വാഴോട്ടുകോണം ബി.ജെ.പി കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ സുഗതനെ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും പ്രതിയെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിവരങ്ങളുമായി കമലേഷാണ് ചേരുന്നത്. കമലേഷ്, പ്രതിയെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് എവിടെയാണ് എത്തിച്ചിരിക്കുന്നത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അക്ഷയ്, ഇന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ സുഗതനെ കോടതിയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് മാധ്യമപ്രവർത്തകർ എത്തുന്നതിന് മുൻപ് തന്നെ പ്രതിയെ കോടതിക്കകത്ത് പോലീസ് എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. 11 മണിയോട് കൂടിയാണ് ഈ കോടതിയിൽ ഹാജരാക്കിയത്, അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിട്ടുള്ളത്. അത് അനുവദിക്കാനാണ് സാധ്യത. അതിന് മുന്നോടിയായിട്ടായിരിക്കണം ഒരുപക്ഷെ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയതിന് ശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് കോടതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവരും. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് സുഗതനെ ഹാജരാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായ ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. വധശ്രമ കേസുകളടക്കം നിരവധി കേസുകളുണ്ട്. ഇതിൽ വള്ളിക്കടവ് ക്ഷേത്രത്തിലെ അടിപിടിയുമായി ബന്ധപ്പെട്ട് ഒരാളെ വധിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രൊഡക്ഷൻ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചത്. നിലവിൽ വിവിധ കേസുകളിൽപ്പെട്ട് കാപ്പ കേസ് ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു സുഗതൻ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഇന്ന് രാവിലെ നെടുമങ്ങാട് കോടതിയിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഏറെ വിവാദമായ സുഗതന്റെ ഈ കാപ്പ കേസ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിനുശേഷം കൗൺസിലർ പദവി അയോഗ്യനാക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഏതായാലും എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കസ്റ്റഡിക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ മറ്റൊരു കേസിൽ, അതായത് ഈ നിരവധി കേസുകളുണ്ട്, അതിൽ മറ്റൊരു കേസിൽ ഒരു ജാമ്യാപേക്ഷ കൂടി ഇന്ന് കോടതിക്ക് മുന്നിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ജാമ്യം ലഭിച്ചാൽ പോലും സുഗതന് പുറത്തിറങ്ങാൻ കഴിയില്ല. കാപ്പ കേസ് ഉൾപ്പെടെ നിലവിലുള്ളത് കൊണ്ടും മറ്റ് നിരവധിയായ ക്രിമിനൽ കേസുകൾ ഉള്ളതുകൊണ്ടും പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും കസ്റ്റഡി നൽകുന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും അനുവദിക്കുക. അതിനുശേഷം പ്രതിയെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഈ വള്ളിക്കടവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അടിപിടി കേസ് നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനാണ്. സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുപോകും എന്നുള്ളതാണ്. പിന്നീട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 2 ദിവസം പോലീസ് സുഗതനെ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുക. ഏതായാലും നിലവിൽ ഇപ്പോൾ കോടതിയിൽ ആദ്യത്തെ കേസായി തന്നെ പരിഗണിച്ച് സുഗതനെ ഹാജരാക്കിയിരിക്കുകയാണ്. അതിനുശേഷമാണ് കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടുള്ളത്. കസ്റ്റഡി അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അതിൻ്റെ ഭാഗമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതിയിലേക്ക് തിരികെ കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി നൽകുന്നുണ്ടോ, കസ്റ്റഡി നൽകിയാൽ തന്നെ എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി നൽകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അക്ഷയ്. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.